ഹായ്. ഇന്ന് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന്റെ ലാസ്റ്റ് 3 ഇയറിലുള്ള സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്കിലുള്ള PYQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് നമുക്ക് രണ്ട് ഫോർമുലാസ് അറിയണം. സിമ്പിൾ ഇൻട്രസ്റ്റ് SI is equal to PRT by 100, where P is the principal amount and R is the rate of interest and T is the number of years. അപ്പം അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട കാര്യം, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ നമുക്ക് 1 ഇയറിലുള്ള ഇൻട്രസ്റ്റ് അറിയാമെങ്കിൽ, സോ 1 ഇയറിലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ ഫോർമുലയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് PR/100 എന്ന് കിട്ടും. സപ്പോസ് 5 ഇയറിലുള്ള ഇൻട്രസ്റ്റ് ആണ്, ഇതിപ്പോൾ ഞാൻ 1 ഇയറിലുള്ള ഇൻട്രസ്റ്റ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ 5 ഇയറിലുള്ള ഇൻട്രസ്റ്റ് ചോദിച്ചാൽ 1 ഇയറിലുള്ള ഇൻട്രസ്റ്റിന്റെ 5 ടൈംസ് ആയിരിക്കും നമുക്ക് 5 ഇയറിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. കാരണം 5 PR/100 ആണ്. അപ്പം ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇൻട്രസ്റ്റ് ഇയേഴ്സിനനുസരിച്ച് എത്രയാണോ നമ്പർ ഓഫ് ഇയേഴ്സ് വരുന്നത് അത്രയും ടൈംസ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റിന്റെ അത്രയും ടൈംസ് ആയിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അതുപോലെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓൾവേസ് പ്രിൻസിപ്പൽ വാല്യൂ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് എമൗണ്ട് വരുന്നത്. അപ്പം നമുക്ക് 2 ഇയറിലേക്കുള്ള എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 2 ഇയറിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ എമൗണ്ട് വരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ നമുക്ക് ഫോർമുല വരുന്നത് എമൗണ്ടിന്റെ ഫോർമുലയാണ്. എമൗണ്ട് ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1+R/100 ഹോൾ റേസ് ടു N ആണ്. ഇവിടെയും P പ്രിൻസിപ്പൽ വാല്യൂ ആണ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്ട്ലി എമൗണ്ട് അല്ല ചോദിക്കുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. എമൗണ്ടിനുള്ള ഫോർമുലയാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഡയറക്ട്ലി ഉള്ളത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എമൗണ്ടിനകത്തുനിന്ന് പ്രിൻസിപ്പൽ വാല്യൂ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഡയറക്ട്ലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആകെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഇൻട്രസ്റ്റ് ഈക്വൽ ടു PRT/100 എന്നും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1+R/100 ഹോൾ റേസ് ടു N എന്നുള്ള ഈ രണ്ട് ഫോർമുല യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട് 1200 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എമൗണ്ടും ഡയറക്ട്ലി തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇയേഴ്സ് 2 ഇയേഴ്സ് ആണെന്നറിയാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ എമൗണ്ടിന്റെ ഫോർമുല അറിയാം. എമൗണ്ട് ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1+R/100 ഹോൾ റേസ് ടു N എന്നുള്ളതാണ് ഫോർമുല. ഇതിൽ തന്ന സാധനങ്ങൾ എമൗണ്ട് എന്ന് പറയുന്നത് 1348.32 ആണ്. പ്രിൻസിപ്പൽ നമുക്കറിയാം 1200 ആണ്, ഇൻറ്റു 1+R/100 ഹോൾ റേസ് ടു 2 ആണ്. ഇതിനകത്തു നിന്നാണ് നമ്മൾ R കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ 1+R/100 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1348.32 ഡിവൈഡഡ് ബൈ 1200 ആണ്. അതായത് ഇപ്പോഴത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ക്വയർ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നും ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കണം. അപ്പം നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഡിനോമിനേറ്ററിൽ 1200 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 100 ആണ്. അപ്പോൾ 100 ഒരു സ്ക്വയർ നമ്പർ ആണ്. അപ്പം നമുക്ക് 12 വെച്ച് ന്യൂമറേറ്ററിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ 1348.32നെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 112.36 ആണ്. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന നമ്പർ, അതായത് 1.1236 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പർ ആണ്. നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആക്ച്വലി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഷോർട്ട് കട്ട് അറിയില്ല എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാനൊരു വീഡിയോ ചെയ്യാം. നമ്മൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 1.06 എന്നാണ് കിട്ടുക. സോ നമുക്ക് അതായത് സ്ക്വയർ റൂട്ട് റൈറ്റ് സൈഡിലും എടുക്കണം ലെഫ്റ്റ് സൈഡിലും എടുക്കണം. സോ ഇവിടെ 1+R/100 എന്ന് പറയുന്നത് 1.06 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്താൽ R ഇസ് ഈക്വൽ ടു 0.06 ഇൻറ്റു 100, ദാറ്റ് ഈസ് 6% എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതൊരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക്
5 ഇയേഴ്സിൽ വന്നിരിക്കുന്ന എമൗണ്ട് തന്നിട്ടുണ്ട് 9800. അതുപോലെ 8 ഇയേഴ്സിൽ വരുന്ന എമൗണ്ട് സെയിം പ്രിൻസിപ്പൽ വാല്യൂ ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സെയിം ആണ്. ഡിഫറെൻറ്റ് ഇയേഴ്സിൽ വരുന്ന എമൗണ്ട് ആണ് നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഓൾറെഡി നമുക്കറിയാം, I is equal to PRT/100 എന്നുള്ളതാണ്. അതുപോലെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണെന്നും അറിയാം. ഇങ്ങനെ ഒരേ പ്രിൻസിപ്പൽ വാല്യൂ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഇയേഴ്സിലുള്ള എമൗണ്ട് തന്നാൽ ഇവിടെ നമുക്ക് 5 ഇയേഴ്സും 8 ഇയേഴ്സും ആണ് തന്നിരിക്കുന്ന ഇയേഴ്സിൻ എമൗണ്ട് തന്നിരിക്കുന്ന ഇയേഴ്സ്. അപ്പോൾ ഈ ഇയേഴ്സിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് ആ കറസ്പോണ്ടിങ് ഇയേഴ്സിന് വരുന്ന ഇൻട്രസ്റ്റ്. അതായത് ഇവിടെ നമുക്ക് 8 ഇയേഴ്സും 5 ഇയേഴ്സിനുള്ള എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. 8ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എമൗണ്ടിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് 3 ഇയേഴ്സിനുള്ള ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. അതായത് 12,005 നമ്മൾ 9,800 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ 8 ഇയേഴ്സ് 5 ഇയേഴ്സ് 8 മൈനസ് 5 3 ഇയേഴ്സിന് വരുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ 3 ഇയേഴ്സിനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് 12,005 9,800 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,205 എന്ന് കിട്ടും. ഇത് 3 ഇയേഴ്സിനുള്ള ഇൻട്രസ്റ്റ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1 ഇയറിലുള്ള ഇൻട്രസ്റ്റ് അറിയാമെങ്കിൽ 3 ഇയറിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ഇയറിലെ ഇൻട്രസ്റ്റിനെ 3 ടൈംസ് എടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് 1 ഇയറിൽ വരുന്ന ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 2205 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 735 കിട്ടും. ഇത് 1 ഇയറിൽ വരുന്ന ഇൻട്രസ്റ്റ് ആണ്. 1 ഇയറിലെ ഇൻട്രസ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ 5 ഇയറിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 5 ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 735 ഇൻറ്റു 5 ആണ് വരുന്നത്. അപ്പോൾ 5 ഇയേഴ്സിലുള്ള ഇൻട്രസ്റ്റ് അറിയാമെങ്കിൽ 5 ഇയേഴ്സിലുള്ള എമൗണ്ട് അറിയാം. 5 ഇയേഴ്സിലുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ പ്ലസ് 5 ഇയേഴ്സിലുള്ള ഇൻട്രസ്റ്റ് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 5 ഇയേഴ്സിലുള്ള ഇൻട്രസ്റ്റ് അറിയാം, അതുപോലെ എമൗണ്ട് അറിയാമെങ്കിൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എമൗണ്ട് മൈനസ് 5 ഇയേഴ്സിലുള്ള ഇൻട്രസ്റ്റ്. ഇവിടെ എമൗണ്ട് ഓൾറെഡി 9,800 ആണ്. അതിനകത്ത് നിന്ന് നമ്മൾ 3,675 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ആണ്. സോ നമുക്ക് കിട്ടുന്നത് 6,125 എന്നുള്ളത് പ്രിൻസിപ്പൽ വാല്യൂ കിട്ടും. നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓൾറെഡി നമുക്ക് 1 ഇയറിലുള്ള ഇൻട്രസ്റ്റ് അറിയാം. അപ്പോൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല I is equal to PRT/100, അല്ലെങ്കിൽ 1 ഇയറിന്റെ കേസിൽ PR/100 ആണ് എന്ത് തന്നിരിക്കുന്നത്? 735 എന്ന് അറിയാവുന്നത്. ഓൾറെഡി പി അറിയാം, നമുക്ക് ഡയറക്ട്ലി R കാൽക്കുലേറ്റ് ചെയ്യാം. R is equal to 735 into 100 divided by 6125. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R is equal to 12 എന്ന് കിട്ടും. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സി, ഓപ്ഷൻ സി ആണ്, 12%. അടുത്ത ക്വസ്റ്റ്യനിൽ ഇവിടെ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട് 1,200 ആണെന്ന്. അപ്പോൾ ഈ ലോൺ എടുത്തിരിക്കുന്നത് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ആണോ, ക്വസ്റ്റ്യനിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് സെയിം ആണ്. സോ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ടിയും ആറും സെയിം ആയിട്ടാണ് വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്തിരിക്കുന്നത് 432 ആണ്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുലയിൽ ഐ നമുക്കറിയാം 432 ആണെന്നുള്ളത്. പി ഓൾറെഡി നമുക്കറിയാം, ടിയും ആറും സെയിം ആണെന്നറിയാം. സോ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഐ is equal to PRT/100 ആണ്. ഇവിടെ നമുക്ക് ഐ 432 ആണെന്നറിയാം. അതുപോലെ പി എന്ന് പറയുന്നത് 1,200 ആണെന്നറിയാം. ആറും ടിയും സെയിം ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാല്യൂയിലേക്ക് മാറ്റാം. ഞാനിവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് രണ്ടും ആറിൽ എഴുതി. സോ 6 × 6 R² എന്ന് വരും ബൈ 100. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ R² is equal to 432/12 എന്ന് കിട്ടും. സോ R² നമുക്ക് 36 എന്ന് കിട്ടും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, √36. അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ അതേ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. 3 ഇയേഴ്സിലെ എമൗണ്ട് 815ഉം 4 ഇയേഴ്സിലുള്ള എമൗണ്ട് 854ഉം ആണ്. നമ്മളോട് അതായത് പ്രിൻസിപ്പൽ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇയേഴ്സിലുള്ള ഡിഫറൻസ് 4 - 3 എന്ന് പറഞ്ഞാൽ 1 ഇയർ. അപ്പൊ 1 ഇയറിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എമൗണ്ടിന്റെ ഡിഫറൻസ് എടുക്കുക, 854 - 815 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 ഇയറിൽ വരുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് 1 ഇയറിൽ വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 39 എന്ന് കിട്ടും.
പിന്നെ നമുക്ക് പ്രിൻസിപ്പൽ ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഇവിടെ ഇപ്പം ഫസ്റ്റ് കേസിൽ 3 ഇയറിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 39 ഇൻറ്റു 3 117 എന്ന് കിട്ടും. അത് നമുക്ക് 3 ഇയേഴ്സിലുള്ള എമൗണ്ട് അറിയാം. 3 ഇയേഴ്സിലുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് 3 ഇയറിലുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എമൗണ്ട് മൈനസ് ഇൻട്രസ്റ്റ്. എമൗണ്ട് 815 ആണ്. അതിനകത്ത് നിന്ന് നമ്മൾ 3 ഇയറിലുള്ള ഇൻട്രസ്റ്റ് 117 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 698 എന്ന് കിട്ടും. സോ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് 698. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ രാജൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് 25250. 7 ഇയേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന എമൗണ്ട് 32320 ആണ്. 7 ഇയേഴ്സ് എന്നറിയാം, എമൗണ്ട് അറിയാം, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ വാല്യൂ അറിയാം. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എമൗണ്ടും പ്രിൻസിപ്പലും അറിയാമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം എമൗണ്ട് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് 7 ഇയേഴ്സിനുള്ള. എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ, അതിനോട് 7 ഇയേഴ്സിനുള്ള ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് എമൗണ്ട് കിട്ടുന്നത്. സോ 7 ഇയേഴ്സിനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എമൗണ്ട് എന്ന് മൈനസ് ചെയ്യുക പ്രിൻസിപ്പൽ വാല്യൂ. 320 മൈനസ് 25250 ചെയ്താൽ 7 ഇയേഴ്സിനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അതായത് 7070 ആണ് 7 ഇയേഴ്സിന് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ 7 ഇയേഴ്സിനുള്ള ഇൻട്രസ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഇൻട്രസ്റ്റിന്റെ ഫോർമുല അറിയാം. I is equal to PRT by 100 ആണ്. അപ്പൊ 7 ഇയേഴ്സിൽ വരുന്നത് P ഇൻറ്റു R ഇൻറ്റു 7/100 ആണ്. അതാണ് നമ്മുടെ വാല്യൂ 7070. ഇവിടെ P നമുക്കറിയാം 25250 ആണ്. ഇൻറ്റു R ഇൻറ്റു 7/100 ആണ്. 100 ആണ് 7070 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ആറിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. R is equal to 4% എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യനിൽ എമൗണ്ട് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അറിയാം, നമ്പർ ഓഫ് ഇയേഴ്സും അറിയാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എമൗണ്ടിന്റെ ഫോർമുല അറിയാം. P പ്ലസ് I ആണ്. ഐയുടെ ഫോർമുല സിമ്പിൾ ഇൻട്രസ്റ്റിൽ PRT by 100 ആണ്. അപ്പൊ നമുക്ക് P ഇൻറ്റു 1 പ്ലസ് RT by 100 എന്ന് എഴുതാം. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് P അറിയില്ല, സോ അത് അതുപോലെ എഴുതാം. 1 പ്ലസ് R എന്ന് പറയുന്നത് 6.5 ആണ്. T 10 ഇയേഴ്സ് ആണ്. ബൈ 100 ഈക്വൽ ടു 108054 എന്ന് കിട്ടും. ഇത് നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. 65/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 13/20 വരും. So 1 plus 13/20 equal to 108054 ആണ്. ഇത് 20 plus 13 33/20 ആണ് വരുന്നത്. P into 33/20 equal to 108054 ആണ്. നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 11 ആയിരിക്കും. ഇവിടെ നമ്മൾ 3 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 36018 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ പിയുടെ വാല്യൂ കിട്ടും. സോ 36018 ഇൻറ്റു 20 ആൻസർ ഡെസിമൽ വരും. പക്ഷെ നമ്മൾ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് വാല്യൂസ് വരെ ചെക്ക് ചെയ്താൽ മതി. വേണം 487. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഇവിടെ നമുക്ക് 2 ബാങ്കിൽ നിന്നുള്ള സെയിം പ്രിൻസിപ്പൽ വാല്യൂ ആണ് 2 ഇയേഴ്സ്. അതിന്റെ ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത് 20 എന്നുള്ളത്. സോ നമുക്ക് 2 കേസസിലും പ്രിൻസിപ്പൽ വാല്യൂ സെയിം ആണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ PRT by 100 എന്നുള്ള ഫോർമുലയാണ്. നമുക്ക് ആദ്യത്തെ കേസിലും ഇവിടുത്തെ കേസിൽ പ്രിൻസിപ്പലും ഇയറും സെയിം ആണ്. ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഞാൻ ഫസ്റ്റ് ബാങ്കിൽ വരുന്ന റേറ്റ് R1 എന്നും സെക്കൻഡിലുള്ളത് R2 എടുത്താൽ R1 മൈനസ് R2. ഇതാണ് നമുക്ക് ഡയറക്ട്ലി 20 എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്താൽ 20/20 R1 മൈനസ് R2 എന്നുള്ളത് നമുക്ക് 20/21 എന്ന് കിട്ടും. സോ 1% ആണ് ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഇവിടെ സം എന്ന് പറയുന്നത് 8 ടൈംസ് 15 ഇയേഴ്സ് കൊണ്ട്
സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ 8 ടൈംസ് ആണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഓർക്കണം, നമ്മൾ പി എന്നുള്ള വാല്യൂ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 8 ടൈംസ് ഓഫ് പി ആണ്. എമൗണ്ട് ആണ് 8 ടൈംസ് ഓഫ് പി. എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. സോ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് 8p ആവുന്നതെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 7 ടൈംസ് പി ആയിരിക്കണം. അപ്പൊ ഈ 15 ഇയേഴ്സ് കൊണ്ട് വരുന്ന ഇൻട്രസ്റ്റ് ആണ് 7 ടൈംസ് പി വരുന്നത്. അപ്പം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ ഇസ് ഈക്വൽ ടു PRT/100 നമുക്ക് ഐ എന്ന് പറയുന്നത് 7p ആണ്. പി ഇൻറ്റു ആറ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ടി എന്നുള്ളത് 15 ഇയേഴ്സ് ആണെന്നറിയാം. ബൈ 100. പി ക്യാൻസൽ ആവും. സോ ആർ ഇസ് ഈക്വൽ ടു 700/15 ആണ് വരുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിക്സഡ് ഫ്രാക്ഷനിലാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി. 700/50 വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് 140/3 വരും. ഞാനിവിടെ 5 വെച്ച് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 145/3നെ 140നെ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ ഡെസിമലിലല്ല മിക്സഡ് ഫ്രാക്ഷനിലാണ്. സോ 4 ടൈംസ് 12 വരും. എഗെയിൻ 20ൽ 6 ടൈംസ് 3 ഇൻറ്റു 6 18 വരും. സോ റിമൈൻഡർ 2. അപ്പോൾ പോർഷൻ പാർട്ട് 46 ആണ്. സോ 46 ഇൻറ്റു മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ റിമൈൻഡർ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കേസിൽ 3. സോ 46 2/3. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. താങ്ക് യു.